ചിലർ ഒരു വലിയ തെറ്റിദ്ധാരണയുമായി ജീവിക്കുന്നു. എനിക്ക് വേണ്ടതെല്ലാം ഒരു നാൾ എൻ്റെ കൈകളിലേക്ക് തന്നെ വന്നെത്തും. അവർ കാത്തിരിക്കും, സാഹചര്യങ്ങൾ മാറാൻ കാത്തിരിക്കും, അവസരങ്ങൾ വാതിലിൽ തട്ടാൻ കാത്തിരിക്കും. പക്ഷേ ജീവിതത്തിൻ്റെ ഒരു അടിസ്ഥാന സത്യം അവർ മറന്നു പോകുന്നു. ചോദിക്കാതെ പലതും ലഭിക്കില്ല, നടക്കാതെ പല വഴികളും തുറക്കില്ല, ശ്രമിക്കാതെ പല സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാകില്ല. പ്രകൃതി നമ്മെ പഠിപ്പിക്കുന്ന ഒരു വലിയ പാഠമുണ്ട്. ഒരു കുഞ്ഞ് വിശന്നാൽ അത് കരയും. കരച്ചിലൂടെയാണ് അതിൻ്റെ ആവശ്യം ലോകത്തെ അറിയിക്കുന്നത്. അത് മിണ്ടാതിരുന്നാൽ അതിൻ്റെ വിശപ്പ് ആരറിയും? ജീവിതത്തിലും അത് തന്നെയാണ്. നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് ആദ്യം നിങ്ങൾക്ക് തന്നെ വ്യക്തമായിരിക്കണം. പലർക്കും ഒരു ആഗ്രഹമുണ്ട്, പക്ഷേ ആ ആഗ്രഹത്തിന് വ്യക്തതയില്ല. എനിക്ക് പണം വേണം. ശരി, എത്ര പണം വേണം? എപ്പോൾ വേണം? എന്തിനാണ് പണം വേണ്ടത്? ഈ ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരമില്ലെങ്കിൽ ആ ആഗ്രഹം ഒരു മൂടൽമഞ്ഞ് പോലെ ആയിരിക്കും. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് പണം ആവശ്യമാണെന്ന് കരുതുക. അത് ഉടനെ വേണോ, അല്ലെങ്കിൽ 6 മാസത്തിനകം കിട്ടിയാൽ മതിയോ? 1,00,000 രൂപയാണോ വേണ്ടത്? 10 ലക്ഷം രൂപയാണോ? അല്ലെങ്കിൽ സാമ്പത്തിക സ്വാതന്ത്ര്യമാണോ നിങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യം? വ്യക്തതയില്ലാത്ത ലക്ഷ്യങ്ങൾ പലപ്പോഴും ലക്ഷ്യങ്ങളല്ല, അവ വെറും ആഗ്രഹങ്ങൾ മാത്രമാണ്. ആഗ്രഹം മനസ്സിൽ ജനിക്കും, പക്ഷേ ലക്ഷ്യം ജനിക്കുന്നത് വ്യക്തതയിൽ നിന്നാണ്. ഒരു ലക്ഷ്യം വ്യക്തമായാൽ അടുത്ത ചോദ്യം വരും, ഇത് എങ്ങനെ നേടാം? ഇവിടെയാണ് പലരും തെറ്റായ വഴി തിരഞ്ഞെടുക്കുന്നത്. കാരണം പണമുണ്ടാക്കാൻ വഴികൾ അനവധിയുണ്ട്. സത്യസന്ധമായി സമ്പാദിക്കാം, കഠിനാധ്വാനത്തിലൂടെ സമ്പാദിക്കാം, പുതിയ കഴിവുകൾ പഠിച്ച് സമ്പാദിക്കാം. പക്ഷേ അതേസമയം ചതിയിലൂടെയും വഞ്ചനയിലൂടെയും അനീതിയിലൂടെയും പണം ഉണ്ടാക്കാൻ കഴിയും. പക്ഷെ ഒരു കാര്യം ഓർക്കുക, തെറ്റായ വഴിയിൽ വേഗത്തിൽ ലഭിക്കുന്ന വിജയം പലപ്പോഴും ദീർഘകാല പരാജയത്തിൻ്റെ വിത്തുകളാണ്. നന്മയുടെ വഴിയിൽ ലഭിക്കുന്ന ഫലം ചിലപ്പോൾ വൈകിയെത്താം, പക്ഷേ അത് സമാധാനവും അഭിമാനവും കൂടെ കൊണ്ടുവരും. ജീവിതം ഒരു ബാങ്ക് അക്കൗണ്ടിനെ പോലെയാണ്. നിങ്ങൾ നിക്ഷേപിക്കുന്നത് പോലെയാണ് പിന്നീട് പിൻവലിക്കാൻ കഴിയുക. ശ്രമം നിക്ഷേപിച്ചാൽ ഫലം ലഭിക്കും, അറിവ് നിക്ഷേപിച്ചാൽ വളർച്ച ലഭിക്കും, സമയം നിക്ഷേപിച്ചാൽ നേട്ടം ലഭിക്കും. പക്ഷേ ഒന്നും നിക്ഷേപിക്കാതെ ലാഭം മാത്രം പ്രതീക്ഷിക്കുന്നത് യാഥാർത്ഥ്യബോധമല്ല. ഇന്ന് പലരും വിജയിച്ചവരെ നോക്കി അസൂയപ്പെടുന്നു. പക്ഷേ അവർ കാണാത്ത ഒരു ഭാഗമുണ്ട്. ആ വിജയത്തിന്റെ പിന്നിലെ അനവധി രാത്രികൾ, ആർക്കും കാണാത്ത പരിശ്രമങ്ങൾ, നിരാശകൾ, പരാജയങ്ങൾ, വീണ്ടും എഴുന്നേറ്റ നിമിഷങ്ങൾ. വിജയം ഒരാളുടെ വീട്ടുവാതിൽ തേടി വരാറില്ല. വിജയത്തിലേക്ക് നടക്കേണ്ടത് നമ്മളാണ്. പലരും ഇവിടെ ഒരു ചോദ്യം ചോദിക്കും, ആദ്യ ചുവട് എങ്ങനെ വെക്കും? കാരണം ലക്ഷ്യം കാണാം, സ്വപ്നം കാണാം, പക്ഷേ തുടങ്ങേണ്ട സ്ഥലം പലപ്പോഴും കാണാൻ കഴിയില്ല. സത്യം പറഞ്ഞാൽ ആദ്യ ചുവട് വലിയൊന്നായിരിക്കണമെന്നില്ല. പലരും കരുതുന്നത് ഒരു വലിയ തീരുമാനമെടുത്താലേ ജീവിതം മാറൂ എന്നാണ്. അല്ല, ജീവിതം മാറുന്നത് ചെറിയ തീരുമാനങ്ങളിൽ നിന്നാണ്. നിങ്ങൾക്ക് ഒരു വീട് പണിയണമെങ്കിൽ ആദ്യ ദിവസം മുഴുവൻ വീടും പണിയേണ്ടതില്ല. ആദ്യമായി ഒരു പ്ലാൻ വേണം, അതിനുശേഷം ഒരു കല്ല് വെക്കണം. ആ ഒരു കല്ലാണ് പിന്നീട് വലിയ വീടായി മാറുന്നത്. ജീവിതവും അതുപോലെയാണ്. നിങ്ങൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം വേണമെങ്കിൽ ആദ്യ ചുവട് കോടികൾ സമ്പാദിക്കുകയല്ല, ഇന്ന് നിങ്ങളുടെ വരവും ചെലവും എഴുതി വെക്കുക എന്നതാണ്. നിങ്ങൾക്ക് ഒരു നല്ല ജോലി വേണമെങ്കിൽ ആദ്യ ചുവട് ജോലി ലഭിക്കുക അല്ല, പുതിയൊരു കഴിവ് പഠിക്കാൻ തുടങ്ങുക എന്നതാണ്. നിങ്ങൾക്ക് ആരോഗ്യവാനാകണം എങ്കിൽ ആദ്യ ചുവട് മാരത്തോൺ ഓടുക അല്ല, ഇന്ന് 10 മിനിറ്റ് നടക്കുക എന്നതാണ്. പലരും ആദ്യ ചുവടിനെ വളരെ വലുതാക്കി കാണുന്നു. അതുകൊണ്ടാണ് അവർ തുടങ്ങാതിരിക്കുന്നത്. ഓർക്കുക, ചെറിയ പ്രവർത്തനങ്ങൾ വലിയ മാറ്റങ്ങളുടെ വിത്തുകളാണ്. ഒരു വിത്ത് നോക്കിയാൽ അതിലൊരു വൃക്ഷത്തെ കാണാനാവില്ല, പക്ഷേ ആ ചെറിയ വിത്തിനുള്ളിൽ ഒരു കാടിൻ്റെ സാധ്യതയുണ്ട്. അങ്ങനെ തന്നെയാണ് നിങ്ങളുടെ ചെറിയ തുടക്കങ്ങൾക്കും. ഇന്ന് നിങ്ങൾ എഴുതുന്ന ഒരു പേജ് നാളെ ഒരു പുസ്തകമാകാം. ഇന്ന് നിങ്ങൾ പഠിക്കുന്ന ഒരു കഴിവ്
നാളെ നിങ്ങളുടെ ജീവിതം മാറ്റിയേക്കാം. ഇന്ന് നിങ്ങൾ നടത്തുന്ന ഒരു ഫോൺ കോൾ നാളെ ഒരു വലിയ അവസരത്തിൻ്റെ വാതിൽ തുറന്നേക്കാം. അതിനാൽ ആദ്യ ചുവടിനായി കാത്തിരിക്കരുത്. നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ചെറിയ പ്രവർത്തനം കണ്ടെത്തൂ. അത് ചെയ്യൂ. പൂർണ്ണമായ ആത്മവിശ്വാസം വന്നതിന് ശേഷം തുടങ്ങാം എന്ന് കരുതരുത്. കാരണം ആത്മവിശ്വാസം പ്രവർത്തനത്തിൽ നിന്നാണ് വരുന്നത്. നടക്കാൻ തുടങ്ങിയാലാണ് വഴി തെളിയുന്നത്. കാറിൻ്റെ ഹെഡ്ലൈറ്റ് പോലെ അത് മുഴുവൻ റോഡും ഒരേ സമയം കാണിക്കില്ല. പക്ഷെ മുന്നിലുള്ള കുറച്ച് മീറ്ററുകൾ കാണിക്കും. ആ കുറച്ച് മീറ്ററുകൾ മുന്നോട്ട് പോയാൽ അടുത്ത കുറച്ച് മീറ്ററുകൾ തെളിയും. ജീവിതവും അതുപോലെയാണ്. മുഴുവൻ ഭാവിയും ഇന്ന് കാണണമെന്നില്ല. പക്ഷെ അടുത്ത ചുവട് മാത്രം കണ്ടാൽ മതി. ഈ ലോകത്ത് വിജയിച്ച എല്ലാ ആളുകളും അസാധാരണമായ കഴിവുകളുമായി ജനിച്ചവരല്ല. അവർക്കും ഭയമുണ്ടായിരുന്നു. അവർക്കും സംശയങ്ങളുണ്ടായിരുന്നു. എനിക്കിത് ചെയ്യാൻ കഴിയുമോ? ഞാൻ പരാജയപ്പെട്ടാൽ എന്താകും? ആളുകൾ എന്ത് പറയും? ഇത്തരം ചോദ്യങ്ങൾ അവരുടെ മനസ്സിലും വന്നിട്ടുണ്ട്. പക്ഷേ ഒരു വ്യത്യാസം മാത്രം ഉണ്ടായിരുന്നു. അവർ ആ ചോദ്യങ്ങളുടെ മുന്നിൽ നിൽക്കാൻ തീരുമാനിച്ചു. ഭയം ഇല്ലാതായതിനു ശേഷം അവർ മുന്നോട്ട് പോയതല്ല. ഭയം ഉണ്ടായിരുന്നിട്ടും അവർ മുന്നോട്ട് നടന്നു. കാരണം ധൈര്യം എന്നത് ഭയമില്ലായ്മയല്ല, ഭയം ഉണ്ടായിട്ടും ശരിയായ കാര്യം ചെയ്യാനുള്ള തീരുമാനമാണ്. പലരും ജീവിതം മുഴുവൻ ഒരുങ്ങിക്കൊണ്ടിരിക്കും. കൂടുതൽ അറിവ് കിട്ടിയിട്ട് തുടങ്ങാം, കുറച്ച് പണം കൂടിയിട്ട് തുടങ്ങാം, സാഹചര്യം മെച്ചപ്പെട്ടിട്ട് തുടങ്ങാം, സമയം ശരിയായിട്ട് തുടങ്ങാം. അങ്ങനെ വർഷങ്ങൾ കടന്നു പോകും. പക്ഷെ ഒരു സത്യമുണ്ട്, തുടങ്ങാൻ ഏറ്റവും അനുയോജ്യമായ സമയം പലപ്പോഴും ഇന്ന് തന്നെയാണ്. കാരണം നാളെ എന്ത് സംഭവിക്കുമെന്ന് ആർക്കും അറിയില്ല. പക്ഷേ ഇന്ന് നിങ്ങളുടെ കൈകളിലാണ്. ഒരു കുഞ്ഞ് നടക്കാൻ പഠിക്കുമ്പോൾ അത് പല തവണ വീഴും, വീണ്ടും എഴുന്നേൽക്കും. കാരണം പ്രകൃതി പോലും നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ്. വീഴുന്നത് പ്രശ്നമല്ല, എഴുന്നേൽക്കാതിരിക്കുന്നതാണ് പ്രശ്നം.